ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അവതാരകനും നടനുമായ അനീഷ് പി നായരാണ് ഇന്ന് നമ്മുടെ സീസ് പോസിറ്റീവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നിരവധി സീരിയലിലൂടെയും ഏറെ സിനിമകളിലൂടെയൊക്കെ നായക ശബ്ദമായിട്ടുണ്ട് ഈ അനീഷ്. ഏഷ്യാനെറ്റിലെ കണ്ണന്റെ രാധ സീരിയലിലെ ശ്രീകൃഷ്ണന്റെ ശബ്ദവും, സ്വാമി അയ്യപ്പനിലെ അയ്യപ്പന്റെ ശബ്ദവും, അമൃത ടിവിയിലെ അയ്യപ്പന്റെ ശബ്ദവും ഒക്കെ ഈ അനീഷിൻ്റെതാണ്. ആകാശവാണിയിലെ ലൈവ് അനൗൺസർ കൂടെയാണ്. ഒപ്പം ദൂരദർശൻ ഉൾപ്പെടെ നിരവധി ചാനലുകൾ അവതാരകനായും പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് മർദ്ദിക എന്ന സിനിമയിലെ നായകനാണ്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. ഈ വിശേഷങ്ങളിലേക്കൊക്കെ എത്താം. അനീഷ്, സ്വാഗതം സി പോസിറ്റീവിലേക്ക്. ഹലോ, ഹായ്, നമസ്കാരം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ണന്റെ രാധയിലെ ആ ശബ്ദം തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതമായിട്ടുള്ള ഈ ശബ്ദം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്ക് എങ്ങനെയാണ് ഈ കണ്ണന്റെ ശബ്ദമായി മാറിയത്? അതെ, ഞാൻ ഇതിനു മുന്നേ ഒരുപാട് സീരിയൽസും സിനിമയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊരു ബ്രേക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഒരു കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെ അവർ ശബ്ദ പരിശോധനയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. ജിമോൾ എന്ന് പറഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷനാണ്, ആ ചേച്ചിയാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ആ സ്റ്റുഡിയോയിൽ എത്തുന്നു, എൻ്റെ വോയിസ് എടുക്കുന്നു. കുറേ പേരുടെ വോയിസിൻ്റെ കൂടെ എൻ്റെ വോയിസും എടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അനീഷിൻ്റെ വോയിസാണ് സെലക്ട് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ ഡബ് ചെയ്യുന്നു. അങ്ങനെ 800 എപ്പിസോഡോളം ഞാൻ ആ സീരിയൽ ഡബ് ചെയ്യുന്നു. രാധാകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ഭാരതിൽ പോയിക്കൊണ്ടിരുന്ന ഹിന്ദി സീരിയലിൻ്റെ മലയാളം വേർഷനായിരുന്നു കണ്ണൻ്റെ രാധ. അങ്ങനെ ഒരു 800 എപ്പിസോഡോളം ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. അതും കണ്ണൻ്റെ സ്വരമായിട്ട് എത്തിയത് കൊണ്ടാണ് ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരും എന്നെ തിരിച്ചറിയുന്നതും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായമായ ആൾക്കാർ വരെ എന്നെ തിരിച്ചറിയുന്നത് ആ ഒരു കൃഷ്ണൻ്റെ സ്വരമായതുകൊണ്ട് തന്നെയാണ്. തുടക്കം ഈ കരിയറിലേക്ക് എത്തിയതും ഈ ഡബ്ബിങ്ങിലൂടെ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ, സീരിയൽ അഭിനയിക്കാനൊക്കെ ഉള്ള ആഗ്രഹത്തോടെ വന്ന ഒരാളാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഥയും കൂടെ പറയുമോ? അതെ, നീത പറഞ്ഞ വളരെ ശരിയാണ്. സിനിമ അഭിനയവും മോഹമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. +2 കഴിഞ്ഞ സമയം മുതൽ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവസരം കിട്ടുന്നത് കൂടുതലും ഡബ്ബിംഗ് ആയിരുന്നു. ചിത്രശലഭങ്ങളുടെ വീടെന്ന് പറഞ്ഞിട്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. +2 പഠിക്കുന്ന സമയത്ത് അതിലൊരു വില്ലൻ പയ്യന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഡബ് ചെയ്തത്. അങ്ങനെ കുറേ സീരിയൽസ്, ആകാശദൂത് തുടങ്ങിയ ഒരുപാട് സീരിയൽ അന്ന് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡബ്ബിങ്ങിലാണ് കൂടുതലും എനിക്ക് എത്താൻ പറ്റിയത്. പിന്നെ ഈ ഡബ്ബിങ്ങിൽ എത്തിയപ്പോൾ അഭിനയമോഹം നമ്മൾ കൂടുതലും ഡബ്ബിങ്ങിലൂടെ അത് സാക്ഷാത്കരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഭിനയിക്കുന്നതിൻ്റെ 10 മടങ്ങ് എഫേർട്ട് വേണം നമുക്ക് ഡബ് ചെയ്യുമ്പോൾ. അഭിനയിക്കുന്നത് പോലെ തന്നെ നമ്മളത് അതിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ വരുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയുള്ളൂ. അത് കാരണം നമുക്ക് ഈ ഡബ്ബിങ്ങിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. നമുക്ക് ലിപ്സിങ്ക് ചെയ്ത് ഡബ് ചെയ്യുക, അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന പോലെ നമ്മൾ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അഭിനയിച്ചു പോകാൻ നമുക്ക് എളുപ്പമായിരിക്കും, പക്ഷേ അഭിനയിക്കുന്നതിൻ്റെ 10 മടങ്ങ് എഫേർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് രജിസ്റ്റർ ആവുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്നൊരു കാര്യം. എനിക്കൊന്ന് ഈ കണ്ണൻ്റെ രാധ എന്നുള്ള ഈ സീരിയലിലെ ഈ മെയിൻ കഥാപാത്രം ഹിന്ദി നടനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കാരണം അവരുടെ ഒരു ലിപ് സിങ്ക് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമുക്കത് സിങ്ക് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഹിന്ദി സീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് മലയാളം പറയുന്ന പോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യണം. നമ്മളത് ഒരു ഹിന്ദി സീരിയലാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ വേണം നമ്മളത് ഡബ് ചെയ്യാനെന്നുള്ളതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് മലയാളത്തിലേക്ക് നമുക്ക് ഉണ്ടാവും. ആ സ്ക്രിപ്റ്റിന് നമ്മൾ ഒരുപാട് പരുവപ്പെടുത്തി ആ ലിപ്പിന് സിങ്കാവുന്ന രീതിയിൽ നമ്മൾ ഡബ് ചെയ്യുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒരു 23 മിനിറ്റുള്ളൊരു എപ്പിസോഡ് ഡബ് ചെയ്യാൻ ഞാൻ ഒരു 45 മിനിറ്റ്സൊക്കെ എടുത്തിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അസാധ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനായിരുന്നു സുമേത് മുദ്ഗൽക്കർ. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദം കൊടുക്കുന്നത്. ആ അഭിനയത്തോടൊപ്പം എത്താൻ ഞാൻ ഒരുപാട്, കാരണം അത്രയേറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകാനായിട്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ജനങ്ങൾ ഇന്നും എൻ്റെ ആ ഒരു കഥാപാത്രത്തെ ഓർക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഞാൻ ഈ ഡബ്ബിങ്ങിനോടൊപ്പം തന്നെ ഒരുപാട് സീരിയലിൽ അഭിനയിക്കുകയും അതുപോലെ തന്നെ ആങ്കറിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ആൾക്കാർ വിഷ്വലി കാണുന്നതിനെക്കാട്ടിലും എൻ്റെ ശബ്ദത്തെയാണ് കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ണൻ്റെ ശബ്ദമായതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരും അത് എന്നെ തിരിച്ചറിഞ്ഞതെന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. അതാണ് പ്രത്യേകിച്ച് പുരാണ കഥാപാത്രങ്ങൾക്കൊക്കെ ശബ്ദം കൊടുക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ സീരിയലൊക്കെ അഭിനയിക്കും ഈ പുരാണ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നവരെ പോലും ഒരു ദൈവത്തെ പോലെയൊക്കെ ആളുകൾ കാണുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒക്കെ അവർക്ക് ആ രീതിയിലുള്ളൊരു സ്വീകാര്യതയൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശബ്ദവും അത്രത്തോളം. കാരണം എല്ലാ ദിവസവും ആളുകൾ കേൾക്കുകയാണ് ഈ ശബ്ദം. അതും കൃഷ്ണൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് മാത്രമല്ല അയ്യപ്പൻ്റെ, അല്ലേ, സ്വാമി അയ്യപ്പനും അയ്യപ്പൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ ഈ പുരാണ കഥാപാത്രങ്ങൾക്കൊക്കെ ശബ്ദം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? ഞാൻ ഈ കണ്ണൻ്റെ രാധ ചെയ്ത സമയത്ത് ഏഷ്യാനെറ്റിലും അമൃതയിലും അയ്യപ്പൻ പോകുന്ന ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയ്യപ്പൻ്റെ വോയിസ് കൊടുക്കാനും എന്നെ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്.
ഈ പുരാണ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അക്ഷരശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ വാക്കും ഉച്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അർത്ഥതലങ്ങൾ കൊടുക്കണം, ആ ഒരു എവിടെ സ്ട്രെസ്സ് കൊടുക്കണം, എവിടെ മുറിക്കണം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾ അക്ഷരത്തെ അല്ലെങ്കിൽ ഭാഷയെ വികലമാക്കാതെ ചെയ്യുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ മൊഴിമാറ്റ സീരിയലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഹിന്ദി ഡയലോഗ് വളരെ സ്പീഡായിട്ട് അവർ റൺ ചെയ്തു പോകും. അപ്പോൾ അതിനൊപ്പം മലയാള ഭാഷ എത്തിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നമുക്ക് അത്രയും സ്പീഡിൽ റൺ ചെയ്യുമ്പോൾ പല വാക്കുകളും നമുക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അക്ഷരശുദ്ധി നഷ്ടപ്പെടാം. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ ശുദ്ധം എന്ന് പറയുക, നഖം പറയുക, നഖശിഖാന്തം പറയുക, അങ്ങനെ കുറേ വാക്കുകളൊക്കെ പറയുമ്പോൾ എവിടെ സ്ട്രെസ്സ് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ കൃഷ്ണന് ശബ്ദം കൊടുത്ത് ആ ആദ്യത്തെ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിച്ചാൽ എങ്ങനെയാണ് ആ സിനിമ നമ്മൾ ആൾക്കാർ എടുക്കോ ഇല്ല എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു ഇത് ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ടി വിയുടെ മുന്നിൽ പോയിരുന്നത് കാണുകയാണ് ഇത് എങ്ങനെയാണ് ഔട്ട് കേൾക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ചു, വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. എനിക്ക് കൂടുതലും ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൂടെയാണ് ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിയുകയും എൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ഒരുപാട് മെസ്സേജ്. എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്നു. പലരും പറഞ്ഞത് ഈ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സീരിയൽ കാണും എന്നുള്ളത്. അതെനിക്ക് ഒരുപാട് സന്തോഷം പകർന്നൊരു കാര്യം. നമ്മളൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയ്ക്ക് ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അത് എൻ്റെ കഴിവല്ല കേട്ടോ, അത് ഭഗവാൻ എന്നെ അതൊരു കഥാപാത്രം ചെയ്യാൻ നിയോഗിച്ചു. അത് എന്തോ അത് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല ഈ വിജയ് ടി വിയിലൊക്കെ ഈ സീരിയലിൻ്റെ മൊഴിമാറ്റം പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മലയാളം സീരിയലാണ് ഏഷ്യനിൽ പോയിക്കൊണ്ടിരുന്ന കണ്ണൻ്റെ രാധയാണ് എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജും കോൾസും ഒക്കെ വന്നത് ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. വേറൊരു കാര്യം, ഈ ഡബ്ബിങ് ആദ്യം ഒരു കുറേ ആളുകൾ ഡബ് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് അനീഷ് പോകുമ്പം ഇങ്ങനെ ഒരു പുരാണമായൊരു കഥാപാത്രത്തിനാണ് എന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയാമായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് കുറേ കൊമേഴ്ഷ്യൽ സീരിയലും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പുരാണം ചെയ്തതിന് ശേഷം കുറേ ആൾക്കാർ നമ്മളൊരു പുരാണം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് തന്നെ സൂര്യ ടി വിയിലും സി കേരളത്തിലൊക്കെ വരുന്ന ഒരുപാട് സീരിയൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. സി കേരളത്തിൽ തന്നെ വരുന്ന അപൂർവരാഗം, അഗ്നിപരീക്ഷ, അയാളും ഞാനും തമ്മിൽ, നീയും ഞാനും, കുടുംബശ്രീ ശാരദ, അങ്ങനെ ഒരുപാട് സീരിയൽസ്, ഇപ്പോൾ കൊടുക്കുന്ന മായാമയൂരം, അങ്ങനെ ഒട്ടേറെ സീരിയലിൽ ശബ്ദം കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ പുരാണ സീരിയൽ കൂടുതൽ രജിസ്റ്റർ ആയിപ്പോയി. നമ്മുടെ ശബ്ദം, കണ്ണൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ആയ സമയത്ത് ഒരുപാട് ആൾക്കാർ അയ്യോ ഇയാളുടെ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ അത് കണ്ണൻ്റെ ശബ്ദം പോലെ ഫീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ ഈ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വേറെ തരത്തിൽ എനിക്ക് ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങൾ വേറെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഈ ഒരു പുരാണ സീരിയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കൊമേഴ്ഷ്യൽ സീരിയലും ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇപ്പോൾ കുറേ പേര് തിരിച്ചറിയുന്നുണ്ട് ആ സമയത്ത് ഈ ഒരു കഥാപാത്രം മാത്രമല്ല ഏത് കഥാപാത്രവും വഴങ്ങും എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുരാണ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അനീഷ് പറഞ്ഞല്ലോ മറ്റ് സീരിയലിലൊക്കെ ഡബ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങൾക്ക്, ഇത്തരം കഥാപാത്രങ്ങൾക്ക് കൊടുക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് വലിയ ബഹളമൊന്നും ഇല്ലാതെ അങ്ങനത്തെ രീതിയിലായിരിക്കുമല്ലോ ഇതിന് ശബ്ദം കൊടുക്കേണ്ടത്. അപ്പോൾ മറ്റ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നതും ഈ കൃഷ്ണനും അയ്യപ്പനും ഒക്കെ ശബ്ദം കൊടുക്കുന്നതും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം അനീഷിന് തോന്നിയത് എന്താണ്? കൃഷ്ണൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, നമ്മൾ വളരെ സൗമ്യതയോടുകൂടി. ഇപ്പോൾ നമുക്കറിയാം കണ്ണനും രാധയും തമ്മിലുള്ള കോൺവെർസേഷനാണ് കൂടുതൽ. അപ്പോൾ പ്രണയമാണ് അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഞാൻ ആ സമയത്ത് തന്നെ അയ്യപ്പന് ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യപ്പന് ചെയ്യുമ്പോൾ നമുക്കറിയില്ല കുറച്ചുകൂടി ഗാംഭീര്യം വേണം, നമുക്ക് കുറച്ചുകൂടി എന്താണ് ഒരു ഇരുത്തം വന്ന രീതിയിൽ വേണം നമുക്കത് ഡബ്ബിങ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ ഡബ് ചെയ്തത്. അയ്യപ്പന് ചെയ്യുമ്പോഴും കൃഷ്ണന് ചെയ്യുമ്പോഴും രണ്ട് ലെവലിൽ നിന്നുകൊണ്ട് വേണം ഡബ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം കൊമേഴ്ഷ്യൽ സീരിയൽ ചെയ്യുമ്പോൾ വളരെ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് തന്നെ ഡബ് ചെയ്യണം. നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ തന്നെ ഡബ് ചെയ്യും. പുരാണത്തിൻ്റെ ഒരു ഛായയും വരാതെ തന്നെ നമ്മൾ ഡബ് ചെയ്യണം എന്നുള്ളതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ മറ്റ് സീരിയൽസ് ഡബ് ചെയ്യുന്നതിനെക്കാട്ടിലും പുരാണം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുള്ളത്. കാരണം നമുക്ക് ആ കൃത്യതയോടുകൂടി അക്ഷരങ്ങൾ പറയണം, ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ഡബ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചോദിച്ചാൽ ഉത്തരവുണ്ടോ?
തീർച്ചയായിട്ടും. ഒബ്വിയസ്ലി എന്നെ കൂടുതൽ ആൾക്കാരും ഇത് കണ്ണൻ്റെ രാധ എന്നൊരു ശബ്ദത്തിലൂടെയാണ് അറിയുന്നതെങ്കിലും കണ്ണൻ്റെ രാധ എപ്പോഴും എനിക്ക് ഒരു ഫേവറേറ്റ് ഒരു സീരിയൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ സി കേരളത്തിൽ വന്ന അപൂർവരാഗം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കിരൺ നമ്പ്യാർ എന്നൊരു കഥാപാത്രം. എനിക്ക് എൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കിരൺ നമ്പ്യാർ എന്നൊരു കഥാപാത്രത്തിന് ഡബ് ചെയ്യുമ്പോഴാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു രൂപമായിട്ട് എൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ മാച്ചിങ് തോന്നിയിട്ടുള്ളത് കിരൺ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് അപൂർവരാഗം എന്നൊരു സീരിയലാണ്. അതുപോലെ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ട് സി കേരളത്തിൽ വന്നൊരു സീരിയലുണ്ട്. അതിനകത്ത് ചെയ്യുന്ന നായക കഥാപാത്രത്തിനും ചെയ്ത ശബ്ദവും എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. കണ്ണൻ്റെ രാധ മാത്രമല്ല, കണ്ണനായാലും അയ്യപ്പനായാലും കിരൺ നമ്പ്യാറായാലും ഏത് കഥാപാത്രമായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് നിലനിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. വേറൊരു കാര്യമുള്ളത് ഈ സീരിയലുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മൊഴിമാറ്റ ചിത്രങ്ങളിൽ ഒരുപാട് ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ സ്പൈഡർമാൻ്റെ ഒക്കെ ശബ്ദം, അതുപോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഇതെല്ലാം ഒരുപോലത്തെ കഥാപാത്രങ്ങളല്ല. ഈ കാർട്ടൂൺ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് പോകേണ്ട കഥാപാത്രങ്ങളും ശബ്ദമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ്? കാർട്ടൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ കാർട്ടൂൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചി ടി വിയിൽ ഞാൻ ഷർമർ മുതലാളി നമ്മൾ വിളിക്കും. അപ്പോൾ ഷർമർ വിൽസിൻ്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചി ടി വിക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് സീരിയലുകൾ കൊച്ചി ടി വിക്ക് വേണ്ടി ജെയ്മിയുടെ ജാങ്കോവാല, ലില്ലി, അങ്ങനെ ഷെയ്ൻ ദ മാസ്റ്റർ ഷെഫ്, ഡേഞ്ചർ മൗസ് തുടങ്ങിയ ഒരുപാട് കൊച്ചി ടി വി കാർട്ടൂൺസിന് ശബ്ദം കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഒരുപാട് സന്തോഷം. ഈ കണ്ണൻ്റെ രാധയ്ക്ക് മുന്നേ ഞാൻ ഈ കാർട്ടൂൺസ് ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ പറയും മനീഷിൻ്റെ ശബ്ദം അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ആ സമയത്ത് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ആകാശവാണിയിലെ ലൈവ് അനൗൺസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ശബ്ദം കേട്ടിട്ട് ഇത് നമ്മുടെ കൊച്ചി ടി വി കാർട്ടൂണിൽ ശബ്ദം കൊടുക്കുന്ന ആളല്ലേ, കണ്ണന് ശബ്ദം കൊടുക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇന്ന സീരിയലിന് ശബ്ദം കൊടുക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. നമ്മുടെ രൂപത്തെക്കാട്ടിലും നമ്മുടെ ശബ്ദം തിരിച്ചറിയുക, നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മൾ അറിയപ്പെടുക എന്നുള്ളത് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് അതെന്ന് പറയുന്നത്. ഒരു പക്ഷേ സ്ക്രീനിൽ വരുന്ന ആൾക്കാരെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. പക്ഷേ ശബ്ദം കൊണ്ട് തിരിച്ചറിയുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ കൃഷ്ണൻ്റെയും കഥാപാത്രത്തെ കാര്യം നമ്മൾ പറഞ്ഞു, കാർട്ടൂണിൻ്റെയും പറഞ്ഞു. എനിക്ക് വേണ്ടി ഇപ്പോൾ കൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ കാർട്ടൂണിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ? ഒരുപാട് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, എല്ലാ ഡയലോഗ്സും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. എങ്കിലും കണ്ണൻ്റെ രാധയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു ഡയലോഗ് ഞാൻ പറയാം. നമുക്ക് കൃഷ്ണവാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എപ്പിസോഡ് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് സമയം നമ്മളൊരു ഉപദേശം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ പറയാം. അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ രാധേ. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൃഷ്ണൻ്റെ ശബ്ദം. അതുപോലെ തന്നെ ഇനി കാർട്ടൂണിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം കൂടെ ഒന്ന് നമുക്ക് വേണ്ടി കേൾപ്പിക്കുമോ? കാർട്ടൂണിലെ കഥാപാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ആ ഒരു കുറച്ചുകൂടി കുട്ടിത്തമുള്ളൊരു വോയിസ് ആക്കി നമ്മൾ അതിനൊരു പ്രത്യേക ഒരു ടൂളിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് അത്. പക്ഷേ എനിക്ക് ആ ഡയലോഗൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഒരുപാട് കാർട്ടൂൺസ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം മനസ്സിൽ നിൽക്കുന്നില്ല ഇപ്പോൾ. ശരി, സാരമില്ല. എന്താ, അപ്പോൾ നമുക്ക് ഇനി സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ ഒരു നായകനായിട്ട്, മർദ്ദിക എന്നുള്ള സിനിമയിലെ നായകനായിട്ടും കൂടെ അഭിനയിച്ചു അല്ലേ? ആ സിനിമയുടെ വിശേഷങ്ങൾ കൂടി പറയൂ. അതെ, ശിവകുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മർദ്ദിക എന്നാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഉടൻ തന്നെ അത് തിയേറ്ററിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് നായക കഥാപാത്രം ചെയ്തു. അത് വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ്. ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നായകനെ ഡബ് ചെയ്തിട്ടില്ലേ? നായകനെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. എങ്ങനെയാണ് ഒരുപാട് സിനിമ ആഗ്രഹിച്ച് വന്നിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഒരു മൂവിയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സീരിയൽ ഞാൻ അയ്യപ്പൻ ഡബ് ചെയ്യുന്ന സമയത്ത് അയ്യപ്പനെ തന്നെ ഏഷ്യനിൽ വരുന്ന അയ്യപ്പനിൽ തന്നെയാണ് ശ്വേതകേതു എന്ന് പറഞ്ഞൊരു മുനികുമാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം വിജി തമ്പി സാറ് ഡയറക്റ്റ് ചെയ്തിരുന്ന അമൃത ടി വിയിലെ അയ്യപ്പനിലും ഒരു ഗന്ധർവനായിട്ട് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ സീരിയൽസ് കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമയിലേക്കുള്ള വരവെന്ന് പറയുമ്പോൾ അതിനകത്ത് നായക കഥാപാത്രമാണ്. നമുക്കറിയാം, ഒരു ഫുൾ നമ്മൾ തന്നെയാണ് അത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അഭിനയം എനിക്ക് തോന്നുന്നു ഡബിങ്ങിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല.
അറിയില്ല. ഡബിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് അഭിനയം എന്ന് പറയുന്നത്. കാരണം ആ ഒരു കഥാപാത്രം മനസ്സിലാക്കി നമ്മൾ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതിൽ കുറച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷേ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ചുകൂടി നമ്മൾ എഫേർട്ട് കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. കാരണം നമ്മൾ ഡബ്ബിംഗ് തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ അഭിനയിക്കുന്നതിൻ്റെ ഒരു 10 മടങ്ങ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് ജനങ്ങളിലേക്ക് എത്തൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് കൺവേ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നായകൻ ചെയ്തിരിക്കുന്നത് എന്താണോ അത് ഫുൾ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ ശബ്ദത്തിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. പിന്നെ നമുക്ക് ഈ അഭിനയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു റോൾ മോഡൽസ് നമുക്കുണ്ടാവും, അല്ലെങ്കിൽ മുന്നേ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളെടുത്ത് കണ്ട് നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ സാധിക്കും. ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റോൾ മോഡൽ ഇല്ല. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു സ്ക്രീനിൽ നമ്മളൊരു കഥാപാത്രം കാണുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്താണ്, അവരുടെ കഥാപാത്രത്തിൻ്റെ നേച്ചർ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ കഥാപാത്രം ആവശ്യപ്പെടുന്നതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു മാതൃക ഇല്ലാതെ ചെയ്യുന്ന ഒരു കലയാണ് ഡബ്ബിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കൊരു ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഡബ്ബിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം കഴിവ് തന്നെ നമ്മൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡബ്ബിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് അഭിനയിച്ച സീരിയലിലൊക്കെ ചെറിയ കഥാപാത്രം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതിലൊക്കെ ശബ്ദം കൊടുത്തത് അനീഷ് തന്നെയായിരുന്നു. ഞാൻ ഏഷ്യനിൽ അയ്യപ്പൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അയ്യപ്പൻ ഓൾറെഡി ഡബ് ചെയ്യുന്നത് കൊണ്ട് എനിക്കതിനകത്ത് ഞാൻ ചെയ്ത കഥാപാത്രത്തിന് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് എനിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത്. ബാക്കി ഞാൻ ചെയ്ത എല്ലാ സീരിയലും സിനിമയൊക്കെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ നായകനായിട്ട് വന്ന ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിന് ശബ്ദം കൊടുത്തപ്പോൾ എങ്ങനെയാണ്? എന്നാൽ സ്വന്തമായിട്ട് തന്നെ ശബ്ദം കൊടുക്കുക. ഇത്രയും കാലം മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഇത് മുഴുനീള ഒരു നായകനാകുമ്പോൾ സിനിമ മുഴുവനായിട്ട് യാത്ര ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആ ഒരു അനുഭവം? സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ വലിയ പാടായിരുന്നു എനിക്ക്. കാരണം മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് ഡബ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ ഡയലോഗ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഡബ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ലിപ്സിംഗ് ആക്കാനും നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം ഇങ്ങനെ ആവണം എന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഡബ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു സിനിമ ഡബ് ചെയ്ത് തീർക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? നേരത്തെ പറഞ്ഞു അഭിനയിക്കാൻ കുറച്ചുകൂടെ മറ്റേനെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നി എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എങ്ങനെയാണ്? ഡബ്ബിങ് ചെയ്യാനാണോ അതോ അഭിനയിക്കാനാണോ? സത്യം പറഞ്ഞാൽ ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏഷ്യനെറ്റ് ബെസ്റ്റ് FM 95 RJ ആയിരുന്നു. റേഡിയോ ജോ എൽക്കാസിൽ കുറേ നാൾ RJ ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിട്ട് വർക്ക് ചെയ്യണു. ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചാനൽസിൽ ഞാൻ പല ലൈവ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് വിഷ്വലി വരുന്നതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് പറയുന്നത് റേഡിയോയിൽ കൂടി എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, നമുക്ക് ചലച്ചിത്രാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടുകൾ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി നൽകിയിട്ടുള്ളതും റേഡിയോയിൽ കൂടി എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും റേഡിയോയിൽ കൂടി പ്രോഗ്രാംസ് അവതരിപ്പിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത്. ഇനി ഒരു കൺഫ്യൂഷൻ തരുന്നൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇത്രയും കഥാപാത്രങ്ങൾക്ക് കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറഞ്ഞാൽ അത് ഏതായിരിക്കും? അയ്യോ, ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡയലോഗുണ്ട്. അതിനകത്ത് കണ്ണൻ്റെ രാത്രി തന്നെയായിരിക്കും കൂടുതൽ ഡയലോഗ്. കാരണം ഈ 23 മിനിറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഒരു 18-19 ഡ്യൂറേഷനിൽ നോക്കുകയാണെങ്കിൽ കണ്ണൻ്റെ ശബ്ദമായിരിക്കും കൂടുതൽ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഒരുപാട് ലെങ്തി ഡയലോഗ് പറഞ്ഞിട്ടുള്ളതും കൂടുതൽ പെർഫോം ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടുള്ളതും ഈ കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞൊരു സീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡയലോഗുകളൊക്കെ ഒരുപാട് ഞാൻ ബൈഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണനും രാധയും തമ്മിലൊരു കോൺവെർസേഷൻ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോഴും ഓർത്ത് നിൽക്കുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ രാധയോട് പറയുന്ന ഒരു ഡയലോഗാണ്. രാധേ, ഞാനെന്ന് പറഞ്ഞാൽ നീ തന്നെയല്ലേ? നീ ഞാനും, പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത്? കണ്ണനും രാധയും രണ്ടല്ല, കണ്ണനും രാധയും ഒന്നാണ്. ഈ ഒരു ഡയലോഗാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. കൂടുതലും കേൾക്കുന്നത് എനിക്ക് ഈ ഡയലോഗ് തന്നെയാണെന്ന് തോന്നുന്നില്ല. ആ സീരിയൽ മുഴുവനായിട്ട് കേൾക്കുമ്പോഴും ഈ സീരിയലിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഞാൻ ഈ ഡബ് ചെയ്ത് പോയ സംഭവങ്ങളാണ്. കൃഷ്ണവാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്ത് പോയ ഈ സംഭവങ്ങളാണ് ഇപ്പോഴും എനിക്ക് ഉപദേശങ്ങളായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എപ്പോഴാണ് ഡബ് ചെയ്തത് എന്നുള്ളത് എന്നെപ്പോലും അതിശയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത് ആശ്വാസം പകരുന്നു. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ഈ ഒരു കൃഷ്ണവാണി കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന സമയത്താണ് ഈ കൃഷ്ണവാണി കേട്ടത്, അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തന്നെ കേൾക്കുമ്പോൾ അത് വലിയൊരു അതിശയമായിട്ടും അതിലേറെ എനിക്കൊരു ആത്മസംതൃപ്തിയും സന്തോഷമൊക്കെ പകരുന്നതാണ്. ഇപ്പോഴും ആ ഒരു സീരിയലിൻ്റെ ഒരു ഓരോ ഭാഗങ്ങൾ കാണാനും കേൾക്കാനും മറ്റുള്ളവരുടെ വായിലും നോക്കി ഇതുപോലെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാനും സാധിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കഴിവല്ല, അത് ഭഗവാൻ എനിക്ക് തന്നൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒറ്റ ചോദ്യം കൂടെ എന്ന് ചോദിച്ചോട്ടെ, ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ചേട്ടാ എങ്ങനെയാണ് ഡബ്ബിംഗ് മേഖലയിലേക്ക് വരുന്നത്, എങ്ങനെ നമ്മൾ വോയിസ്
വോയിസ് കൊടുക്കും, ഇത് എങ്ങനെയാണ് ഈ ഒരുപാട് സീരിയൽസ് പോകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഒരു സ്റ്റുഡിയോ തന്നെയാണ് ഇതൊക്കെ ഡബ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇത് ട്രിവാൻഡ്രത്താണ് സീരിയൽസിൻ്റെ ഏറ്റവും കൂടുതൽ സീരിയൽസ് ഡബ്ബിംഗ് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ സിനിമ ഇപ്പോൾ കൂടുതലും എറണാകുളത്താണ്, സീരിയൽസ് കൂടുതലും നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡിയോസ് ട്രിവാൻഡ്രത്തുണ്ട്. ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ആഗ്രഹത്തിലുപരി നമ്മുടെ ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു ഡബ്ബിംഗ്. നമുക്ക് അഭിനയിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഡബ്ബിംഗ് അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡബ്ബിംഗ് കലാകാരെ തീർച്ചയായിട്ടും ഒவ்வொരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അവർ വലിയ കലാകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കലയുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അഭിനയം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈക്കിൻ്റെ മുന്നിലിരുന്ന് ഒരു വിഷ്വൽ കണ്ടിട്ട് നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ഒരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹം മാത്രം പോരാ, ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ നമ്മൾ കുറേ ആദ്യമൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് ലിപ്സിങ്ക് ചെയ്തെടുക്കാനും നമ്മളൊരു കഥാപാത്രമായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പോൾ ഒരു മേഖലയായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമ്മളൊരു 1-2 എപ്പിസോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5-6 എപ്പിസോഡ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഈ ഒരു ട്രാക്കിലേക്ക് വരികയും ഒരുപാട് നമുക്ക് ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഒരുപാട് സീരിയൽസ് ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെയും പല വെറൈറ്റി ശബ്ദം ആവശ്യമാണ്. ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല മേഖലയായിട്ട് ഞാൻ പറയും. വളരെ നന്ദി അനീഷ്. എന്തായാലും കുറച്ച് സമയം നമുക്ക് കണ്ണൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചു. ഇനിയും ഒരുപാട് ഇതുപോലത്തെ നല്ല കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ചും പുരാണ കഥാപാത്രങ്ങൾക്ക് തന്നെ ശബ്ദം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി അനീഷ്, അതിഥിയായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.